പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടു തരം ക്രിസ്തീയ ലൈഫുകൾ സാധ്യമാണ്. ഒന്ന് കാറ്റഗറ്റിക്കൽ ലൈഫ്, അത് കുറച്ച് ഡോക്ട്രിനലായിരിക്കും. ഒന്ന് ബിബ്ലിക്കൽ ലൈഫ്. നിർഭാഗ്യവശാൽ നമുക്ക് മിഷണറിമാരായിട്ട് ഇവിടെ വന്നവരും കാറ്റഗറ്റിക്കൽ കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നവരാണ് നമുക്ക് വിശ്വാസം കൈമാറുന്നത് മാത്രമല്ല ബലപ്പെടുത്തിയത്. ഞാൻ ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 20 സൂര്യദിവസത്തിൻ്റെ കാലഘട്ടത്തിൽ ആണ് മിഷൻ, ഈ മാരിടൈം മിഷൻ ശക്തി പ്രാപിച്ചത്. അതിൽ നിന്നെല്ലാം ഉണ്ടായ സഭകൾ എല്ലാം കാറ്റഗോമനേറ്റ് അല്ല, കാറ്റഗറ്റിക്കൽ ചർച്ച് എന്ന് പറയും. അത് കുറച്ച് ഡോഗ്മ ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ഡോക്ട്രിന ക്രിസ്തം, ഫ്രാൻസിസ് സേവ്യർ പഠിപ്പിച്ച സംഭവം എന്താ? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പഠിപ്പിച്ചത് എന്താ? ഡോക്ട്രിന ക്രിസ്തം എന്ന പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എന്നാണ്. അപ്പോൾ വിശ്വാസത്തെ ഡോക്ട്രിനായിട്ട് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? അതുകൊണ്ടാണ് നമുക്ക് ഈ ജാതിയായിട്ട് തന്നെ നിലനിന്നത്. ഇവിടെ നമ്മൾ ജനിതകമായ ഒരു മാറ്റം സുവിശേഷം കേരളത്തിൽ വരുത്തിയില്ലല്ലോ. അതിൻ്റെ കാര്യം, ജനിതക മാറ്റം സംഭവിച്ചിട്ടില്ല കേരള സമൂഹത്തിന്. എല്ലാവരും ഇപ്പോഴും ബ്രാഹ്മണിക് ആയിട്ടുള്ള ട്രഡീഷനിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒടിച്ചു വളച്ചൊക്കെ എത്തിക്കാൻ വേണ്ടി ഇപ്പോഴും ആൾക്കാർ മലയാള മനസ്സ് തത്രപ്പെടുന്ന നമുക്ക് കാണാം. അത് ക്രിസ്ത്യൻ മനസ്സായാലും. അപ്പം അത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ഔന്നത്യങ്ങൾ ആഭിജാത്യങ്ങളുമായിട്ട് ജാത്യതയെ ആഭിജാത്യമാക്കാൻ ഒരു പ്രത്യേക സരണികളെ മനുഷ്യൻ തന്നെ നിർമ്മിക്കുകയും അതിൽ ഒരാളാണ് ഞാനെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഹംബോധങ്ങളുണ്ട്. ഈ അഹംബോധങ്ങൾ എപ്പോഴും ആത്മാഭിഷേകത്തിൻ്റെ എതിരാണ്. ഈ ജഡാരൂപി എന്നുകൊണ്ട് ഫരിസൈക്കാണ് ശരിക്കും. അതുകൊണ്ട് ഈ ഫരിസേന്മാരെ കാണുമ്പോൾ കപട നാട്യക്കാരെ നീ ഉടനെ വിളിക്കും. കർത്താവ് ഇവരെ വിളിച്ചാൽ ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും നിക്കടെ ആകപ്പാടെ ഈശോ ഏതെങ്കിലും ഒരു ഫരിസേനുമായിട്ട് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിക്കഡേമൂസുമായിട്ടാണ്. നിക്കഡേമൂസിനോട് ഈശോ എന്താ പറഞ്ഞത്? ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവും, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവുമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് ഒരിക്കലും ജഡത്തിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നാണ് കട്ടൻ്റെ പറഞ്ഞതാണ്. അപ്പോഴേ പിന്നെന്താ അതിന് ബൈബിൾ എന്താണ് ഇത് ചെയ്യണ, എന്താണ് ഒരു ടെക്നിക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭിത്തിയില്ലേ, ഒരു കോൺക്രീറ്റ് ഭിത്തിയായിട്ട് നമ്മൾ ഒരാണി വെച്ച് അടിച്ചാൽ എന്ത് പറ്റും? ആണി വളയുകയോ തെറിച്ചു പോവുകയോ ചെയ്യും, അല്ലേ? ചുറ്റിക കയ്യിൽ നിന്ന് പോകും. ഇത് കണക്കത്തുള്ളൂ. അതിനെന്താണ് ഈ ഇലക്ട്രീഷ്യൻസും അല്ലാത്തവരൊക്കെ ചെയ്യണത്? എന്താ? അവർ ഫിഷർ എന്ന് പറഞ്ഞ് പ്ലഗ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം ഈ കോൺക്രീറ്റ് ഡ്രില്ല് ചെയ്യും. ഡ്രില്ല് ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫിഷർ പ്ലഗ് അതിലേക്ക് മയം മുട്ടി കയറ്റും. അപ്പോൾ ഫിഷർ പ്ലഗിൻ്റെ അകത്ത് കൂടി അതിനകത്ത് സ്ക്രൂ വെച്ചിട്ട് അവർ തിരിക്കും. അപ്പോഴാണ് അത് ടൈറ്റാകണത്. അപ്പോൾ ഡയറക്റ്റ് ഈ കോൺക്രീറ്റ് ഭിത്തിയിലേക്ക് ജഡത്തിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കാൻ പാടാണ്. ഈ ബൈബിളും ചെയ്തിരിക്കുന്ന അതാണ്. ജഡത്തിൽ നിന്ന് ആത്മാവിൻ്റെ കൃപ ഒരിക്കലും ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കത്തില്ലെന്ന് ഈശോ നിക്കഡേമോസിനെ കണ്ടപ്പോഴാണ് പറയേണ്ടത്. കാണാൻ പറ്റി, ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ പറ്റിയ 10 ദിവസം കൊണ്ട് എന്തുകൊണ്ട് അത് പറയാമായിരുന്നത്?
കർത്താവ് നേരിട്ട് വിളിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നില്ല. ജഡത്തിൻ്റെ തരി അവതാരമായിരുന്നില്ല പീലാത്തോസ്, യൂദാസ്. അയാളോടും പറഞ്ഞില്ല. പറഞ്ഞത് ഫരിസേയനോടാണ് പറഞ്ഞത്. ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. തമ്മിൽ ബന്ധമില്ല. പിന്നെ ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അതാണ് ഈശോ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം പതുക്കെ പതുക്കെ സ്വീകരിച്ച് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അതായത് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറയും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പക്ഷേ ഈ ഫിഷർ പ്ലഗ് അടിക്കുന്നുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മയെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതിന് എന്താണ്? അവരുടെ അമ്മ പറയണേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പം ഈ അമ്മ ഉടനെ അതായത് ദാസിയായി, സ്വയം എളിമപ്പെട്ട് കർത്താവിന് ദാസിയായി ദൈവവചനത്തെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഒരു നിലപാട്, തുറവി, ഓപ്പൺനെസ്, സമർപ്പണം വചനത്തോട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങത്തുള്ളൂ. അല്ലാതെ നമ്മൾ പെന്തക്കോസ്ത ദിവസം വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അതായത് അത് കേരള സമൂഹത്തെ പരിശുദ്ധാത്മാവിനെ വരുത്തുക എന്ന് വെച്ചാൽ മറ്റെല്ലാ സമൂഹങ്ങളെയൊക്കെ പാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം ഈ സിസ്റ്റം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാസ്റ്റ് സിസ്റ്റം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ചിലരൊക്കെ ബ്രാഹ്മണിക്ക് ഒറിജിനായിരുന്നവർ ആയിരുന്നെന്ന് ഒരിക്കൽ സെമിനാറൊക്കെ നടത്തി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചവർ ഇപ്പം അവിടെ നിന്ന് തലവരിക്കുന്നുണ്ടല്ലോ. അത് അവരിപ്പോൾ എന്താ പറയണത്? ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ആണെന്നല്ല പറയണത് ഇസ്രയേലിൽ. അപ്പോഴും ഒതുങ്ങി കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ പുതിയൊരു സംഭവം എടുത്തിട്ട് അതിനൊക്കെ വലിയൊരു സംഭവം എടുത്തിട്ട് അതിലേക്ക് ഉള്ള സാംസ്കാരിക ചരിത്രയാത്ര നടത്തുകയാണ്. ഇവിടം വരെ എത്തുമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഒതുങ്ങാത്ത ഒരു മനസ്സാണ് മലയാളിക്കുള്ളത്. വെറും മലയാളിയാണ്. അപ്പോൾ അതിൻ്റെ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന, ഇതെല്ലായിടത്തും ഈ മേഖല ഉണ്ട്, ഇതുമൂലം ഉണ്ടാകുന്ന വിഷയം സഭ വളരത്തില്ല. അതുകൊണ്ടാണ് സഭ വളരാതിരിക്കുകയും സഭയിൽ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുമ്പോൾ സഭയല്ലാതായി മാറുന്നു എന്നുള്ള കാര്യം അത് ഏറ്റവും കൂടുതൽ ഈ 2-3 കൊല്ലത്തിനുള്ളിലാണല്ലോ സഭ ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ വന്നിട്ടുള്ളത്. അത് നിസ്സാരമല്ലത്. പെന്തക്കോസ്തിലേക്ക് അടുക്കുമ്പോൾ സഭയെ അഭിഷിക്തമാക്കാൻ വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇപ്പം ഈശോ എല്ലായിടത്തും എപ്പോഴും ഈശോ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. എന്താ? നിങ്ങളെൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം വചനം എന്തിനാണ് കേൾക്കണത്? അതനുസരിച്ച് ജീവിക്കാനാണ്. തൻ്റെ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത മനുഷ്യന് തുല്യരാണ്. പിന്നെ എന്താ ഈശോ പറഞ്ഞത്? നിത്യജീവൻ പ്രാപിക്കാൻ അയൽക്കാരനെ സ്നേഹിക്കണം. സമരക്കാരൻ്റെ മാതൃക കാണിച്ചിട്ട് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വചനം ചെയ്യാതെ എളിമപ്പെട്ട് വചനം എളിമപ്പെട്ട് ടെക്നിക്കലായിട്ട് ചെയ്യാൻ നമ്മൾ ഒത്തിരി ചെയ്ത്തുകൾ വരണത് ടെക്നിക്കലായിട്ടാണ് വരണത്. ഇപ്പം കാല് കഴുകണില്ല, അതിൻ്റെ അകത്ത് ഒരു ടെക്നിക്കലായിട്ടാണ് കാല് കഴുകണത്. ശരിക്കും പറഞ്ഞാൽ ആ കാല് കഴുകുന്ന മനോഭാവമല്ല സ്വീകരിക്കേണ്ടത്. കാല് കഴുകണ കൾട്ടാണ് നമ്മൾ ചെയ്യണത്. കാല് കഴുകണ മനോഭാവം ഉണ്ട്, അത് വേറെയാണ് ശരിക്കും പറഞ്ഞാൽ. അതന്നെ സെൻറ്റ് പോൾ പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പോൾ ഈ വചനം ആത്മാവ് ഫലം പുറപ്പെടുവിക്കും. ജഡത്തിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആത്മാവിൽ നിന്ന് ജഡം ഡെവലപ്പ് ചെയ്ത് വചനം മാംസമായ യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തു വചനം മാംസമായത് എന്ത് ബേസിലാണ്? അതൊരു മനോഭാവമാണ്. ആ മനോഭാവം അതാണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞത്. ഫിലിപ്പിയർ 2:5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന
യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്താണ്? അവൻ പ്രകൃതിയ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമാനത അവൻ മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ഈ സമാനതയാണല്ല പ്രശ്നം. സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ വരുമ്പോഴാണ് നമുക്കവൻ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശുമരണത്തോളം. അപ്പം ഈ സമയത്ത് ഇവിടെ വെച്ചാണ് ഈ കുരിശുമരണത്തോളം എന്ന് പറഞ്ഞ രീതിയിലുള്ള ആ മനോഭാവത്തിൻ്റെ പരമായിട്ടുള്ള താഴ്ച വരണടുത്ത് വിളിച്ചാണ് ഈ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തായിലേക്ക് നമ്മളെ ഉപകരണമാക്കണത്. ഞാൻ ഇത്രയും നിശ്ചിതമായിട്ട് സംസാരിക്കും. കാരണം നമ്മൾ ശരിക്കും പുറത്തുനിന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങൾ നമ്മളാണ് ലോകം മുഴുവനും സുവിശേഷം എത്തിക്കണമെന്ന ഒരു ധാരണ ചിലർക്കുണ്ട്. പക്ഷേ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ശരിക്കും. ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ ദൈവികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇനിയും കാലം തെളിയിക്കേണ്ടതാണ്. വചനം അനുസരിക്കണം. ആ വചനം അനുസരിക്കാൻ സാത്താൻ എന്താ ചെയ്തിരിക്കണം? നിൻ്റെ വിശ്വാസം എടുത്ത് കളഞ്ഞിരിക്കുക. അപ്പോൾ വീണ്ടും വിശ്വാസത്തെ മുറുകെ പിടിക്കണം. മാർക്ക് 14:36 മുറുകെ പിടിക്കേണ്ടത് എങ്ങനെയാണ്? ആ പ്രശ്നം വരുമ്പോൾ ഏറ്റു പറയണം. യു ഹാവ് ടു ഡിക്ലെയർ. നീ ഏറ്റു പറയണം. എന്ത് പറയണം? ദൈവമേ, നിന്നെക്കൊണ്ട് അസാധ്യം ഒന്നുമില്ല. അതേപോലെ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടം നിറവേറണ്ട. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കാര്യം നിങ്ങൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ പ്രശ്നം നിങ്ങൾ ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. മനസ്സുകൊണ്ട് ദുരാശയെല്ലാം വിട്ടുകള. നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടിയില്ലെങ്കിൽ അപ്പം വിചാരിച്ചോ ഏതെങ്കിലും കുറച്ച്, ഞാൻ ഒന്നില്ലെങ്കിൽ മടിയാണ്, എനിക്ക് സുഖസൗകര്യമാണ്, ഈ സഹനത്തെക്കുറിച്ച് എനിക്ക് പേടിയാണ്, രണ്ടാമത് ഞാൻ ഒന്നാം സ്ഥാനം ഈ ലോകത്തിൽ നഷ്ടപ്പെടുന്നതാണ് ദുരാശ വെച്ചിരിക്കുന്നത്, പിന്നെ പഴയ പാവങ്ങൾ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുകയാണ്, മറന്നുപോയതൊക്കെ പലവരെയും ക്ഷമിച്ചതൊക്കെ പിന്നെയും ഞാൻ വെറുപ്പ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഈ 3 കാര്യം നോക്കിക്കോ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്ന് തോന്നും. നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടില്ല. ഇതെല്ലാം വിട്ടുകളയണം. എന്നിട്ട് നിങ്ങൾ മുറുകെ പിടിച്ചോ. വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ടത് ദൈവമേ, നിന്നെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. അതുപോലെ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടമൊക്കെ ഞാൻ വിട്ടുകളയാം. എൻ്റെ ജീവിതത്തിൽ നീ നിയന്ത്രണം എടുത്താൽ മതി. നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എനിക്ക് എൻ്റെ ഇഷ്ടം ഇല്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചായിരുന്നു പേടി. നിങ്ങളുടെ സഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പേടിയായിരുന്നു. കടമായി, വീടില്ല, വീട് പോയി, ജോലി പോയി, അത് പോയി. അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല. പ്രശ്നമായിട്ട് തോന്നാത്തപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും. അപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മ തന്നെ ദൈവം ഇടപെടാതിരിക്കാൻ നമ്മ അനുവദിക്കാതിരിക്കുന്നത് വിശ്വാസത്തെ വിട്ടുകളയുന്നുകൊണ്ടാണ്. വിശ്വാസം പോയി കഴിഞ്ഞാൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കില്ല. നീ പ്രലോഭനത്തിൽ സാത്താൻ്റെ ആധിപത്യത്തിലാണെങ്കിൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കില്ല. നീ തിരിച്ച് വെന്നോന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നീ നിൻ്റെ ദുരാശയെ വിടണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആശയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും. അത് നഷ്ടപ്പെടാത്തതായിരിക്കും. നിനക്ക് പിന്നെ കിട്ടുന്നതെല്ലാം നഷ്ടപ്പെടാത്തതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ കിട്ടുന്ന കൃപ ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് നിൻ്റെ കൂടെ. അത് തന്നെയാണ് ആദ്യം പത്രോസിനെ ദൈവം മീനിനെ കൊടുത്ത് ആ വല കീറിപ്പോയി. അത് അനുഗ്രഹമാണ്, നഷ്ടപ്പെടും. അനുഗ്രഹമാണ് അവരാദ്യം ചോദിച്ചത്. അത് നഷ്ടപ്പെടുമെന്ന് ദൈവം കാണിച്ചു തന്ന്. പിന്നെ ഉയർപ്പിന് ശേഷം പിന്നെ വീണ്ടും മീനിനെ മീൻ കൊടുത്തപ്പോഴത്തേക്കും അന്ന് മീൻ കിട്ടിയതൊന്നും വല കീറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാത്ത അപ്പമാണ്. അത് ഈശോയെ തന്നെയാണ് വേണ്ടിയത്. ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഈശോയുടെ ഇഷ്ടപ്രകാരം നിൻ്റെ ജീവിതത്തിൽ തരുന്നതെല്ലാം അത് പൂർണ്ണതയിലായിരിക്കും. നിൻ്റെ സന്തോഷത്തിനായിരിക്കും, സമാധാനത്തിനായിരിക്കും. നീ നിൻ്റെ ഇഷ്ടത്തിന് ചോദിക്കുന്ന അനുഗ്രഹങ്ങളെ എല്ലാം അത് സാത്താൻ ഇടപെടും.
ആധിപത്യം സാത്താനിലായിരിക്കും. അപ്പോൾ ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കുക, ഒന്നാം സ്ഥാനം കൊടുക്കുക, ക്ഷമിക്കുക, അതുപോലെ ദൈവത്തിനെ സ്നേഹിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന എന്താ? ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്നേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അവൻ അയച്ചവനിൽ, അവൻ്റെ മകനിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ മാത്രം വിശ്വസിക്കുക. ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവാനുഭവം കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ മനസ്സിൽ നഷ്ടപ്പെടുന്ന അപ്പത്തിൻ്റെ ദുരാശ കിടപ്പുണ്ട്. അത് വേണം, ഇത് വേണം, എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, കുറേ പരാതി, അത് സങ്കടം, കരച്ചിൽ, പെരുവെറുപ്പ്, എപ്പോൾ നോക്കിയാലും കരച്ചിൽ. എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, അങ്ങനെ സംഭവിച്ചു പോയി, ഇതായിപ്പോയി, അതായിപ്പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ കരച്ചിലാണ്. ഒരു ദിവസം ചില ചേച്ചിമാരൊക്കെ ഇന്ന് വിളിച്ചിട്ട് ഒരു കാര്യം പറയും, നാളെ വിളിച്ചിട്ട് വേറെ കാര്യം. ഇന്നലെ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ ഭർത്താവ്, ഒരു പോണ്ടിച്ചേരി ഇരുന്ന് ഒരു ചേച്ചി പോണ്ടിച്ചേരി ഇരുന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നൈറ്റ് ഉറങ്ങി, ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിക്കിടയ്ക്കാന്ന്, കാലത്തെ എണീച്ച് എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതാ ആ പ്രശ്നം, ഭർത്താവിനെ കാണില്ലെന്ന് പറഞ്ഞ് കരച്ചിലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഭർത്താവ് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, വരും എന്ന് പറഞ്ഞ് അത് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തേക്ക് പറയുക, എൻ്റെ മകൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്, അവൻ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് പ്രശ്നമാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഇങ്ങനെ നിങ്ങൾക്ക് ഡീവിയേറ്റ് ചെയ്യും. ചിലവർ അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക വരും, അപ്പം തന്നെ പറയും എൻ്റെ ILTC പാസ്സായി, ഇത് കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ വേറെ കാര്യം. എന്ന് വെച്ചാൽ ലിസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടില്ല. ഇതെല്ലാത്തിനും ദൈവമേ, എനിക്ക് ILTC ആണെങ്കിലും നിന്നെ കൂടെ സാധിക്കും, എനിക്ക് നീ മതി, നിൻ്റെ ഇഷ്ടം എന്താണോ നിറവേറട്ടെ. അമ്മയുടെ ക്യാൻസറാണ്, നിനക്കറിയാം, ക്യാൻസർ പോയിട്ട് എന്ത് രോഗത്തിന് നിൻ്റെ കയ്യിൽ മരുന്നുണ്ട്, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ഈശോയെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നീ ശക്തി പ്രാപിക്കും. അത് അനുഭവിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നീ സത്യം പറയാൻ നിനക്ക് ഒരു വേദനയും അറിയില്ല. ക്യാൻസർ ഒന്നും തോന്നില്ല നിനക്ക്, അതൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നില്ല. അമ്മയെക്കാളും 100 കോടി ഇരട്ടി നിനക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് തോന്നുന്നു അമ്മയ്ക്ക് ക്യാൻസർ ആയില്ല, ഇനി എന്ത് ചെയ്യും? അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ നിറവേറട്ടെ. പിന്നെ സംഭവിക്കുന്നതൊക്കെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യത്തെക്കുറിച്ചും ഉത്കണ്ഠ ഇല്ലാതെ ഇരിക്കുക. അടുത്തത് എന്താകും, എന്ത് ചെയ്യണം, അതെല്ലാം ദൈവം നോക്കിക്കോളും. നിങ്ങളെ വിളിച്ചത് അമ്മ മാതാവാണെങ്കിൽ നിങ്ങളെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് നല്ലപോലെ അറിയാം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. നിങ്ങൾ ആശ്രയിച്ച് മാത്രിക്കുക. സന്തോഷമായിരിക്കണം എപ്പോഴും. ഞാൻ പറയുന്ന പോലെ തന്നെ എപ്പോഴും സന്തോഷമായിരിക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് തന്നെയാണ് വിശ്വാസ പ്രഖ്യാപനം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ അടുത്താണ്, എൻ്റെ ദൈവത്തെ കൊണ്ട് എല്ലാം സാധിക്കും, എല്ലാം സാധിക്കും എൻ്റെ ദൈവത്തെ കൊണ്ട്. നമുക്കുള്ള സങ്കടത്തിൻ്റെ പ്രശ്നം തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളത് നിയന്ത്രണത്തിലില്ലാത്തതെല്ലാം നമ്മൾ അത് നിയന്ത്രിക്കാൻ നോക്കും. നമ്മളെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല. അപ്പോൾ ഈ സഹനം തുടങ്ങുന്നത് അവിടെയാണ്. നമ്മളതെല്ലാം നമ്മളെ നിയന്ത്രണത്തിലേക്ക് ആക്കാൻ നോക്കും, അത് നടക്കില്ല, സങ്കടമായിട്ട് മാറും, അത് ഉത്കണ്ഠയായിട്ട് മാറും. പിന്നെ ഈ പ്രശ്നത്തിൽ തന്നെ കരച്ചിലായി, ജീവിതം ദുരിതമായി. അതുകൊണ്ട് നമ്മളെ മുടി പോലും നമ്മളെ നിയന്ത്രണത്തിലില്ല, നമുക്കറിയില്ല ഇത് എങ്ങോട്ട് അനങ്ങുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ അതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്. ലൂക്ക 12:7 ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓരോ മുടികൾ ഞാൻ എണ്ണി വെച്ചിരിക്കുക, എന്ന് വെച്ചാൽ ഞാൻ കരുതി വെച്ചിരിക്കുക, എനിക്ക് കരുതലുണ്ട്. ആ ജോലി ദൈവം ഏറ്റോളാന്ന് പറയുമ്പോൾ നമുക്കുള്ള പ്രശ്നം, അതെല്ലാം ദൈവവാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കിക്കോളാം.
നമ്മൾ അതെല്ലാം നമ്മളെ കയ്യിലേക്ക് എടുക്കും, പ്രശ്നം തുടങ്ങും അവിടെ. അതാണ് നമ്മളെ പ്രശ്നത്തിൻ്റെ കാരണം തന്നെ. അതങ്ങോട്ട് ആശ്രയിച്ച് നിൽക്കുക, സമർപ്പിക്കുക. സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലോ ബഹളോ ഇല്ല. എന്ത് പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടാലും ഒരു ബോധ്യം, അവബോധം കൊണ്ടാണ് അത് ദൈവം അതിനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. അബ്രഹാമൊക്കെ വാഗ്ദാനം, അബ്രഹാമിനെ നിറവേറിയതെല്ലാം